പാലാ നഗരസഭയിൽ നിർണായക ശക്തിയാകാൻ പുളിക്കക്കണ്ടം ഫാമിലി. ഒരു കുടുംബത്തിൽ നിന്ന് സ്വതന്ത്രരായി മത്സരിച്ച 3 പേരും വിജയിച്ചു. LDF-നും UDF-നും കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ ഭരണത്തിൽ പുളിക്കക്കണ്ടം ഫാമിലി നിർണായകമാകും. അച്ഛന്റെ സഹോദരൻ, അച്ഛന്റെ മോള് സഹോദരൻ ബിജു ബിനു ദിയ. ഈ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ ഈ പുളിക്കക്കണ്ടം തന്നെ പുളിക്കക്കണ്ടം ഫാമിലി. KM മാണിയുടെ പാല കേരള കോൺഗ്രസിന്റെ തട്ടകം. കഴിഞ്ഞ തവണ ജോസും കൂട്ടരും LDF-ലെത്തിയപ്പോൾ പാലാ നഗരസഭ ആദ്യമായി ചുവന്നു. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം ആ വിജയം ആവർത്തിക്കാനായില്ല. ഒറ്റയ്ക്ക് ഭരിക്കാൻ ആകുമെന്ന കേരള കോൺഗ്രസിന്റെ അതിമോഹം പാലായിൽ തകർന്നടിഞ്ഞു. വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ LDF 12 സീറ്റുകളിലും UDF 10 സീറ്റുകളിലും വിജയിച്ചു. ഇതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച പുളിക്കക്കണ്ടം ഫാമിലി നിർണായകമായി. ഒരാളല്ല, മത്സരിച്ച 3 പേർക്കും ഉജ്ജ്വല വിജയം. വലിയ സന്തോഷം. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും സാധിക്കാത്ത രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം അത് പൂർണ്ണമായി ജനം ഉൾക്കൊണ്ടു. അത് മാത്രമല്ല, ചില രാഷ്ട്രീയ കാലം കാത്തു സൂക്ഷിച്ച കാവ് നീതി എന്നാണ് ഞങ്ങൾ ഈ വിജയത്തെ പ്രാഥമികമായി വിലയിരുത്തുന്നത്. ചേട്ടൻ ബിജുവും അനിയൻ ബിനുവും ബിനുവിന്റെ മകൾ ദിയയും നഗരസഭാ ഭരണത്തിൽ ഇനി നിർണായക കണ്ണികളാകും. കഴിഞ്ഞ ടേമിൽ ബിനുവിന് ലഭിക്കേണ്ട നഗരസഭാ അധ്യക്ഷ സ്ഥാനം ജോസ് കെ മാണിയുടെ ഇടപെടലിലൂടെയാണ് നഷ്ടമായത്. തുടർന്ന് ജോസ് കെ മാണിയെ വിമർശിച്ചതിന് ബിനുവിനെ CPIM പുറത്താക്കുകയായിരുന്നു. കോട്ടയത്ത് നാരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.